ഹായ്, കൺഗ്രാജുലേഷൻസ്. മാറാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു അല്ലേ? വെൽക്കം ടു 2025 മൈ ഡ്രീം മൈ ഇയർ 14-ഡേ ചലഞ്ച്. ഇന്ന് ഡേ 1 ആണ്. ഹായ്, എൻ്റെ പേര് ശാലിനി. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. ഹോപ്പ് നബ്ന സർട്ടിഫൈഡ് ഹീലറാണ്. വിജയത്തിലേക്കുള്ള യാത്രയിൽ ആദ്യം നമുക്ക് വേണ്ടത് സ്ട്രോങ് ഫൗണ്ടേഷനാണ് അല്ലേ? അതായത് ശക്തമായ തറക്കൽ. എന്താണ് നമ്മളുടെ ഈ യാത്രയിലെ ഫൗണ്ടേഷൻ? ക്ലാരിറ്റി. അതായത് നമ്മുടെ ഗോള്, നമ്മുടെ ലക്ഷ്യങ്ങളുടെ ക്ലാരിറ്റിയാണ് പവർ. ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അത് വിജയത്തിലേക്ക് എത്തുകയുമില്ല. അത് നമ്മൾക്ക് പുതിയൊരു അറിവല്ല, നമ്മൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇന്ന് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ കയ്യിൽ നോട്ട്ബുക്കും പെന്നും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേഗം തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്ബുക്കോ പെന്നോ പെൻസിലോ എന്താ വെച്ചാൽ എടുത്തോ. നമ്മളിപ്പോൾ ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ പോവാണ്. ഫ്രഷ് പേജ്, ആദ്യത്തെ പേജ്. അതായത് വേറെ എഴുതിയതിൻ്റെ താഴ്ത്തൊന്നും അല്ല എഴുതേണ്ടത്, ഫ്രഷ് പേജ്. കാരണം നമ്മളുടെ തലവരെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമായി എഴുതാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ പേജ് എടുക്കുക. മേളിൽ ആരോഗ്യം, ഹെൽത്ത് എഴുതുക. സെക്കൻഡ് പേജ്, അതായത് ആ പേജ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ട് വിടുക. സെക്കൻഡ് പേജിൽ ബന്ധങ്ങൾ അഥവാ റിലേഷൻഷിപ്സ്. മൂന്നാമത്തെ പേജിൽ കരിയർ അല്ലെങ്കിൽ ബിസിനസ്. എന്താണോ നിങ്ങളുടെ മേഖല, കരിയർ ആണെങ്കിൽ കരിയർ, തൊഴിലാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത്, ഇല്ല ഇനി ബിസിനസ് ആണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അങ്ങനെ, അത് നമ്മൾ മൂന്നാമത്തെ പേജിൽ. നാലാമത്തെ പേജിൽ സാമ്പത്തികം, ഫൈനാൻസ്, പണം, അത് എഴുതുക. അഞ്ചാമത്തെ പേജിൽ എഴുതേണ്ടത് പേഴ്സണൽ ഗ്രോത്ത്. നിങ്ങൾക്ക് മാനസികമായി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ സ്വയം നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, അതാണ് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അഞ്ചാമത്തെ പേജ്. നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് ഈ ഓരോ പേജുകളിലും, അതായത് ആരോഗ്യം, സാമ്പത്തികം, നമ്മളെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. ഈ മേഖലകളിൽ നമ്മൾക്ക് ഈ വർഷം, അതായത് 2025 എന്ന പുതുവർഷത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നേടേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു പേജിൽ എഴുതുന്നത്. അതായത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് നേടേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് സക്സസ് ആണോ, ഹാപ്പിനെസ് ആണോ, അതോ സമാധാനമാണോ, സംതൃപ്തിയാണോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നേടേണ്ടത്, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്കുള്ളത്, അതെല്ലാം ഓരോ മേഖലകളിലും എഴുതുക. എന്തും നിങ്ങൾക്ക് എഴുതാം. നിങ്ങളുടെ ബുക്കാണ്, നിങ്ങളുടെ തലവരെയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്, നിങ്ങൾക്ക് എഴുതാം സ്വതന്ത്രമായി. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് നേടാൻ പറ്റുന്നതായിരിക്കണം. അതായത് അടുത്ത വർഷം എനിക്ക് നേടാൻ പറ്റുമെന്ന് 100% ഉറപ്പുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് നേടേണ്ട കാര്യത്തിന് കൃത്യമായ മെഷർമെന്റ് ഉണ്ടായിരിക്കണം. അതായത് എനിക്ക് അടുത്ത വർഷം എനിക്ക് മാസം 1,00,000 രൂപയാണ് സമ്പാദിക്കേണ്ടത്. അതായത് ആ 1,00,000 എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, നമുക്ക് അളക്കാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ എനിക്ക് അടുത്ത വർഷത്തേക്ക് ഒരു 5 കിലോ കുറയണം, അപ്പൊ നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. നമ്മൾക്ക് കൃത്യമായ ഒരു സമയം വേണം. കാരണം നമുക്ക് ഡെഡ് ലൈൻ ഇല്ല എങ്കിൽ ഇത് എന്നെങ്കിലും അച്ചീവ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ, എന്നെങ്കിലും നേടേണ്ട ഒരു കാര്യമല്ല. കൃത്യമായ ഒരു ഡേറ്റ് വേണം. ഈ ഡേറ്റിനുള്ളിൽ ഞാൻ ഇത് നേടിയിരിക്കും, ഈ ഡേറ്റിനുള്ളിൽ എൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിയിരിക്കും, ഈ ഡേറ്റിനുള്ളിൽ ഞാൻ ഇത് ഫീൽ ചെയ്തിരിക്കും എന്നുള്ള കൃത്യമായ ഒരു ഡേറ്റ് വേണം. ഈ ഡേറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോഴ്സ് കിട്ടും. ആ ഡേറ്റിനുള്ളിൽ നമുക്ക് തീർക്കണം എന്നുള്ള ഇന്റേണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ 2025 നവംബർ 30 ഞാൻ ഇത്രയും നേടിയിരിക്കും. അങ്ങനെ ഒരു കൃത്യം ഡേറ്റ് വേണം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ പേജുകളിൽ എല്ലാ ലക്ഷ്യങ്ങളും കൃത്യമായി എഴുതിയിരിക്കണം. ഒരു ദിവസമുണ്ട്, ആലോചിച്ച് കൃത്യമായി എഴുതുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഓരോ പേജിലും, അതായത് ഓരോ മേഖലകളിലും എത്ര ഗോളുകളാണ് എഴുതിയെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ ചലഞ്ച് നമ്മൾക്ക് 2025 നമ്മുടെ ലക്ഷ്യങ്ങളെ കൂടുതൽ അടുക്കാൻ സാധിക്കും.
നമ്മളതിനെ പ്രാപ്തരാക്കുന്ന ഒരു ചലഞ്ചാണ് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി മാറ്റം ആഗ്രഹിക്കുന്നവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഒരു 3 പേരിലെങ്കിലും പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നാളെ ഡേ 2 ചലഞ്ചായിട്ട് വരും. അതുകൊണ്ട് കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ഐക്കൺ, അതായത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ മാറ്റം അത് നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ. നമസ്കാരം.